ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ $1 മില്യൺ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് നമുക്ക് ചുറ്റും കൂടി നിൽക്കുന്ന രാജ്യങ്ങൾ ആയുധം താഴെ വെച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇസ്രായേൽ ഒരു തവണ അവരുടെ ആയുധം താഴെ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഈ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതെയാകും. ചോദിക്കാനും പറയാനും ആരെങ്കിലും വരുമോ? ആരും വരില്ല. ഇസ്രായേൽ എന്ന് പറയാം, അതായത് അവരുടെ കാര്യം അവരില്ലാതായി, അതിനിപ്പോൾ നമുക്കെന്താ എന്നാണ് ലോകരാജ്യങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്. അതിന് ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് യവന്മാരുടെ മുഴുവൻ പുക കണ്ടിട്ടേ ഞാൻ അടങ്ങുകയുള്ളൂ എന്നാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു അപ്പോഴും പറഞ്ഞത്, ഇപ്പോഴും പറയുന്നത്. യവന്മാരുടെ സമ്പൂർണ്ണമായിട്ടുള്ള പുക കാണും. പിന്നെ യുദ്ധത്തിലൂടെ ഒരു ജനിച്ച രാജ്യമായതുകൊണ്ടും എപ്പോഴും യുദ്ധം ചെയ്ത് മുന്നേറണം എന്നുള്ളത് കൊണ്ടും ഒരു എൻ്റർടൈൻമെൻറ്റിന് തൊട്ടപ്പുറത്ത് ഹിസ്ബുള്ള കിടപ്പുണ്ട്, ഇപ്പുറത്ത് ഇറാനൊക്കെ കിടപ്പുണ്ട്, പിന്നെ ടുണീഷ്യയിലുള്ള ഭീകരവാദികൾ കിടപ്പുണ്ട്, ഹൂത്തികളെ ഇപ്പോൾ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിസൈൽ വിടുന്നതിനിപ്പോൾ ഒരു കുറവുമില്ല ഇസ്രായേലിന് എന്ന് മാത്രമേ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയുന്നുള്ളൂ. ഇനി ഈ ഹമാസ് എന്ന് പറയുന്ന ഈ സായുധ സംഘടനയെ കീഴ്പ്പെടുത്താൻ ഏത് രീതിയിലുള്ള ടെക്നിക്കാണ് ഇസ്രായേൽ ഉപയോഗിക്കുക എന്ന് മാത്രമേ നമുക്ക് കണ്ടറിയാനുള്ളൂ.